ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കാൻ, പീഡാനുഭവങ്ങളെ ധ്യാനിക്കുവാൻ, പ്രാർത്ഥനയിലൂടെ, ഉപവാസങ്ങളിലൂടെ, പുണ്യപ്രവർത്തികളിലൂടെ ജീവിതങ്ങൾ ക്രമപ്പെടുത്താൻ ലഭിച്ചിരിക്കുന്ന കാലഘട്ടമാണ് നോമ്പ് കാലഘട്ടം. ഈ നോമ്പുകാല യാത്രയിൽ ജീവിതത്തിനെ പവിത്രീകരിക്കുന്നതിനോട് ഉതകുന്ന നോമ്പുകാല ധ്യാന ചിന്തകളിലൂടെ നാമും ക്രൂശിതനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ. നോമ്പുകാല യാത്രയുടെ 30-ാം ദിവസം ധ്യാനിക്കുന്ന വിഷയം സ്നേഹം കൊണ്ട് മുറിവേറ്റവൻ്റെ മുഖം എന്നതാണ്. സ്നേഹം എന്ന വാക്കിന് വേദന എന്നൊരർത്ഥം കൂടിയുണ്ട്. സ്നേഹത്തിൻ്റെ ആഴവും പരപ്പും എവിടെ കൂടുന്നുവോ, അതായത് സ്നേഹം എത്രത്തോളം ആത്മാർത്ഥമാകുന്നുവോ അവിടെ വിട്ടുകൊടുക്കലും ത്യാഗവും സഹനവുമൊക്കെ വേണ്ടിവരും. ഇത്തരത്തിലുള്ള ആത്മാർത്ഥ സ്നേഹമാണ് സ്വപുത്രനെ യാഗമാക്കുന്നതിലൂടെ പിതാവായ ദൈവം നമ്മോട് കാണിച്ചത്. രക്ഷാകര ചരിത്രത്തിൽ ദൈവം മനുഷ്യവംശത്തോട് കാണിച്ച സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് മുറിവേറ്റ ക്രിസ്തുവിൻ്റെ മുഖം. മുറിവേറ്റ ക്രിസ്തുവിൻ്റെ മുഖത്തു നിന്നും സ്നേഹത്തിൻ്റെ വേറിട്ട വലിയ പാഠങ്ങൾ നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. മനുഷ്യകുലത്തോടുള്ള സ്നേഹത്തെ പ്രതി ദൈവപുത്രൻ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്ന യാതനകളുടെ കെട്ടഴിച്ചാൽ നമ്മുടെ വേദനകൾ എത്രയോ നിസ്സാരം. വിശക്കുന്നവർക്ക് അപ്പം നൽകി, മുടന്തരും അന്ധർക്കും തളർവാദ രോഗികൾക്കും സൗഖ്യം നൽകി, എന്തിന് മരിച്ചവന് പോലും ജീവൻ നൽകി, സ്നേഹിക്കുന്നവർക്ക് സ്നേഹം നൽകിക്കൊണ്ട് നന്മ മാത്രം ചെയ്ത് നടന്നു നീങ്ങിയ ക്രിസ്തുദേവൻ. എങ്കിലും ലോകം തിരിച്ചു നൽകിയതോ? ചങ്കോട് പേർത്ത് പിടിച്ചുകൊണ്ട് നടന്ന പ്രിയ ശിഷ്യൻ ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞപ്പോഴും മാറോട് ചേർന്ന് അടുത്തു നിന്നവൻ ഒരു ചുംബനത്തിലൂടെ ക്രിസ്തുവിനെതിരെ തിരിഞ്ഞപ്പോഴും ഒരു വാക്കുപോലും അവരോടൊന്നും മറുത്തു പറയാൻ ക്രിസ്തു തയ്യാറായില്ല. അവനെ ക്രൂശിക്ക എന്നൊരു ഒരു വലിയ വിഭാഗം മുറവിളി കൂട്ടിയപ്പോഴും വലിയ പീഡകൾക്കും അപമാനങ്ങൾക്കും ക്രിസ്തുദേവൻ വിധേയനാകേണ്ടി വന്നപ്പോൾ ഇതെല്ലാം നോക്കി മൗനമായി ഒരു വിഭാഗം നോക്കി നിന്നപ്പോഴും ഇത് കണ്ട് വിലപിച്ചവരെ നോക്കി, എന്നെ ചൊല്ലി വിലപിക്കേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരവിൻ എന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ച് നടന്നു നീങ്ങിയ ക്രിസ്തുവിൻ്റെ മുഖം സ്നേഹം കൊണ്ട് മുറിവേറ്റവൻ്റെ മുഖം തന്നെയാണ്. ഏറ്റവും ഒടുവിൽ ക്രൂശിൽ അതിവേദന അനുഭവിക്കുമ്പോഴും പിതാവേ, ഇവർ ചെയ്തത് ഇന്നതെന്നറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന ക്രിസ്തുവിൻ്റെ പ്രാർത്ഥന സ്നേഹത്തിൻ്റെ, എല്ലാം ക്ഷമിക്കുന്ന സഹനത്തിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ്. മുറിവേറ്റ ക്രിസ്തുവിൻ്റെ മുഖത്തിൽ സ്നേഹം മാത്രമേ കാണാൻ കഴിയൂ. സ്നേഹം കൊണ്ട് മുറിവേറ്റവൻ്റെ മുഖമായി തീരണം നമ്മുടെ മുഖവും. അനുദിന ലോക സാഹചര്യങ്ങൾ ഭയപ്പെടുത്തുന്ന രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്നേഹത്തിൻ്റെ പൊയ്മുഖങ്ങളാണ് ചുറ്റിലും. സ്നേഹത്തിൻ്റെ പേരിൽ സ്വന്തം ലാഭങ്ങൾക്ക് വേണ്ടി, സ്വന്തം ഇഷ്ടങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാകുന്ന തലമുറ. ഇത്തരത്തിൽ ചിന്തനീയമായ ഒരു വിഷയമാണ് സ്നേഹം കൊണ്ട് മുറിവേറ്റവൻ്റെ മുഖം എന്നത്. സ്നേഹം കൊണ്ട് മുറിവേറ്റ ക്രിസ്തുവിൻ്റെ മുഖം നമ്മിലും മാറ്റങ്ങളുണ്ടാക്കണം. ക്രിസ്തുവിനെ പോലെ എളിമപ്പെടാനും സ്നേഹിക്കാനും സഹിക്കാനും സഹോദരൻ്റെ കാവലാളാകാനും പ്രതീക്ഷയോടെ കാത്തിരിക്കാനുമാണ് ആ മുഖം നമ്മോട് ആവശ്യപ്പെടുന്നത്. സ്നേഹം കൊണ്ട് മാത്രം മുറിവേറ്റ മുഖമായി തീരണം നമ്മുടെ മുഖവും. അപരൻ്റെ ഹൃദയത്തിലെ നനവ് നമ്മുടെ കണ്ണിലെ നനവായി തീരുമ്പോൾ അപരനെ സഹായിക്കാനും സ്നേഹിക്കാനും താങ്ങാനും തയ്യാറാകുമ്പോൾ, നിബന്ധനകളില്ലാതെ നിസ്വാർത്ഥമായി സ്നേഹിക്കാൻ നാം തയ്യാറാകുമ്പോൾ ക്രിസ്തുവിൻ്റെ മുഖം നമുക്ക് ലഭിക്കും. ആ മുഖം നമുക്ക് ലഭിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ പ്രത്യേക കൃപ ആവശ്യമാണ്. ആ കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥനയോടെ കാത്തിരിക്കാം, പ്രാർത്ഥിക്കാം. ദൈവം നമ്മേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.